അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സോയ കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം തിളച്ച ശേഷം ഇതിലോട്ട് നമുക്ക് ഈ സോയ ഒന്ന് ഇട്ട് കൊടുക്കാം. സോയ ഇതിലേക്ക് ഇട്ട ശേഷം ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള മസാലകൾ തയ്യാറാക്കാം. ഞാൻ സോയ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു ചെറിയ ബൗൾ അളവിൽ കോൺഫ്ലവറും പിന്നെ ഒരു 1/4 കപ്പ് അളവിൽ മൈദാമാവും കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു പിഞ്ച് ഗരം മസാലയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മൾ സോയ മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു കടായി എടുത്തിട്ടുണ്ട്. ആ കടായി നന്നായി ചൂടായ ശേഷം ഞാൻ ഇതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ നന്നായിട്ട് തിളച്ച ശേഷം നമ്മൾ മസാല എല്ലാം റെഡിയാക്കി വെച്ച സോയ ഒന്ന് ഫ്രൈ ചെയ്തൊന്ന് എടുക്കാം. അങ്ങനെ ഞാൻ ഇത് തിരിച്ചും മറിച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സോയ അങ്ങനെ ഫ്രൈ ആകുന്നുണ്ട്. നമുക്കൊന്ന് തിരിച്ചും മറിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കൊന്നത് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ സോയ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ ക്രിസ്പായിട്ടുള്ള ഒരു സോയ സ്നാക്സാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അടുത്ത് ഞാൻ ഇതിലേക്ക് ഒരു 2 കൊത്ത് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ മീതെ ഒന്ന് ഇടുമ്പോഴത്തേക്ക് ക്രിസ്പായിട്ട് കിടക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റിയാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.